നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. മേഘവിസ്ഫോടനത്തിൽ തകർന്ന ധരാലിയിലെ നേർക്കാഴ്ചകളുമായി 24 വാർത്താ സംഘം. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഒരാഴ്ചയോളം സമയം എടുക്കുമെന്നതിനാൽ 30 കിലോമീറ്ററോളം നീണ്ട സാഹസിക യാത്രയ്ക്ക് ശേഷമാണ് 24 സംഘം ദുരന്തഭൂമിയിൽ എത്തിയത്. വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഗംഗോത്രിയിലേക്ക് റോഡ് നിർമ്മിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രക്ഷാസേന. ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധരാലി എന്ന ദുരന്തഭൂമിയിലാണ് 24 സംഘം ഇപ്പോഴുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ്. 5 ദിവസം മുമ്പ് ഇവിടെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും അവരുടെ വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ യാതൊരു അവശേഷിപ്പുകളും നമുക്ക് ഇവിടെ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ളത് ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ഉരുളൻ കല്ലുകൾ. 50ഓളം പേരെ കാണാനില്ല എന്നാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന കണക്ക്. എങ്കിൽ ഈ മേഖലയിൽ നേപ്പാളിൽ നിന്നുള്ള 30-ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളുടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 100ഓളം തൊഴിലാളികൾ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ, ഈ പ്രദേശവാസികൾ പറയുന്നത്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. മനുഷ്യസാധ്യമായ തരത്തിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നു. റോഡ് കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആഹാരം, മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി കണക്ടിവിറ്റി എപ്പോൾ വരെ ആവുന്നില്ല, അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, നമ്മൾ മേലോട്ട് പോയായിരുന്നു. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഏത് വഴിയാണ് വരുന്നതെന്ന് പോലും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇവിടെയുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ ദുരന്തമുണ്ടായി അടുത്ത ദിവസം പോലും ചെളി ഊർന്നിറങ്ങുകയായിരുന്നു മുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ പോലും നടത്താൻ കഴിയാത്ത അത്രയും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഇവിടെ ഈ കല്ലുകൾ പുതഞ്ഞു നിൽക്കുന്ന ചെളി അത് 2 ദിവസം ലഭിച്ച വെയിലിനെ തുടർന്ന് അല്പം ഉറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത്യന്തം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. KPCC പുനഃസംഘടനയിൽ നേതാക്കൾ തമ്മിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ തുടരുകയാണ്. പുനഃസംഘടനാ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. തർക്കങ്ങൾ തുടരുന്നതിനാൽ ഇന്ന് പ്രഖ്യാപിക്കാനിടയില്ല. അവസാനവട്ട കൂടിക്കാഴ്ചകൾ നടത്തി ഈ ആഴ്ച തന്നെ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. മേഘന, ഗുഡ് മോർണിംഗ്. ഈ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം തുടരുന്നത് മേഘന? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. അതിൽ പ്രധാനമായും KPCC പുനഃസംഘടനാ പട്ടിക അത് ഇന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം. പക്ഷേ അത് പ്രഖ്യാപിക്കാനാകുന്നില്ല. അതിൽ പ്രധാനമായും ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പമാണ് ഈ പട്ടിക പുറത്തു വരാതിരിക്കാൻ അല്ലെങ്കിൽ പട്ടിക ഇപ്പോഴും പുറത്തു വിടാതിരിക്കാനുള്ള കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ പ്രധാനമായും ഒരു ജംബോ പട്ടികയ്ക്കാണ് ആദ്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ ഹൈക്കമാൻഡ് ഒരു കർശന നിർദ്ദേശം പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ജംബോ പട്ടികയ്ക്ക് പകരം ആൾക്കാരുടെ എണ്ണം ചുരുക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ആരെ എവിടെ കുറക്കും എന്നുള്ളൊരു ആലോചനയിലാണ്. അതിൽ പ്രധാനമായും KPCC പ്രസിഡന്റ് അടക്കമുള്ള VD സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി ചർച്ചകൾ നടത്തിയിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുടരുന്നത് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണ്. അതിൽ പ്രധാനമായും ഈ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തുക, അതുപോലെ തന്നെ 20ഓളം സെക്രട്ടറിമാരും അധികം ഉണ്ടാകും ഇപ്പോഴത്തെ പട്ടിക അനുസരിച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ DCC പ്രസിഡന്റുമാരുടെ, അതായത് പുതിയ DCC പ്രസിഡന്റുമാരെ നിയോഗിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇപ്പോൾ വരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് തൃശ്ശൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഇനി ആരെ നിയോഗിക്കും? അതിൽ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് KPCC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ K സുധാകരന്റെയും തട്ടകമാണ്. ഈ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ DCC പ്രസിഡന്റുമാരുടെ പേര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇപ്പോൾ ഉള്ള DCC പ്രസിഡന്റ് അടുത്തിടെ
നിയമിതനായതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റിയുള്ള ഒരു പട്ടികയായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതെപ്പോൾ ഉണ്ടാകും? അതിൽ പ്രധാനമായും ഈ ജംബോ പട്ടിക അത് ചുരുക്കുക എന്നുള്ള ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പാലിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. KPCC പുനഃസംഘടനാ പട്ടിക ഇനിയും വൈകും എന്നാണ് സൂചന. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ അവഗണിക്കുന്നുവെന്ന പരാതി ഫലം കണ്ടു. പാർട്ടി നേതൃത്വത്തിലെ സാമുദായിക ഘടനയിൽ തിരുത്തൽ വരുത്താൻ നേതൃത്വം തയ്യാറായി. ജില്ലാ കൌൺസിലിലെ പുതുമുഖങ്ങളിൽ 12 പേരിൽ 9 പേരും പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ജാതി അടിസ്ഥാനത്തിലല്ല CPIയിൽ സ്ഥാനങ്ങൾ നൽകുന്നത് എന്നായിരുന്നു വിവാദങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജില്ലാ സമ്മേളനത്തിൽ നൽകിയ മറുപടി. CPIയുടെ ജില്ലാ നേതൃത്വം നായർ കരയോഗമായി മാറുന്നു. പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു. ഇതായിരുന്നു ജില്ലാ സമ്മേളനത്തിന് മുൻപ് തിരുവനന്തപുരത്തെ CPI ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ലഘുലേഖ. ജില്ലാ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്ന വാർത്തകൾ CPI നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി. ജില്ലാ സമ്മേളനത്തിലെ പൊതു ചർച്ചകളിൽ പല മണ്ഡലം കമ്മിറ്റികളിലും ജാതി വിവേചനം ശക്തമായി ഉന്നയിച്ചതോടെ നേതൃത്വം കണ്ണു തുറന്നു. എങ്കിലും വിഭാഗീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ജാതി വിവേചനം ചൂണ്ടിക്കാട്ടിയുള്ള ലഘുലേഖ എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട്. പ്രവർത്തകരുടെ ജാതി നോക്കി സ്ഥാനമാനങ്ങൾ നൽകുന്ന പാർട്ടിയല്ല CPI എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിച്ചു. പാർട്ടി രഹസ്യങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നതെങ്ങനെയെന്നും സംസ്ഥാന സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിക്ക് ശേഷവും മണ്ഡലം കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തവർ വാർത്തകളെ വിമർശിക്കുകയല്ല, അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടതെന്ന് ആവർത്തിച്ചു. തുടർന്ന് നടന്ന ജില്ലാ കൌൺസിൽ തിരഞ്ഞെടുപ്പിലാണ് പരാതി പരിഹരിക്കുന്ന വിധത്തിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രാതിനിധ്യം നൽകാൻ ധാരണയായത്. അപ്പോഴും യോഗ്യരായ പലരെയും ഒഴിവാക്കിയെന്ന പരാതി ബാക്കിയാണ്. ജില്ലാ കൌൺസിലിലേക്ക് മത്സരമുണ്ടാകുമെന്ന സൂചന തുടക്കം മുതലുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ നേതൃത്വം സമവായ നീക്കങ്ങൾ ശക്തമാക്കി. മത്സരിക്കാൻ സാധ്യതയുള്ളവരെ നേതാക്കൾ നേരിട്ട് കണ്ട് പിന്മാറണമെന്നാവശ്യപ്പെട്ടു. വിമർശിച്ച് സംസാരിക്കുന്നവരോട് അത് ശരിയല്ല എന്ന് നേതാക്കളിൽ ചിലർ പറഞ്ഞതായും പരാതിയുണ്ട്. സമ്മേളനത്തിലെ ചർച്ചകളിൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണ് ജില്ലാ കൌൺസിലിലേക്ക് മത്സരം ഒഴിവായതും മാങ്കോട് രാധാകൃഷ്ണനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതും. 24 തിരുവനന്തപുരം. കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇരുവരുടെയും ഇളയ സഹോദരൻ പ്രമോദിനെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഊർജിതമായി തുടരുന്നത്. പ്രമോദിനെ ഇന്നലെ മുതലാണ് കാണാതായത്. വിവരങ്ങളുമായി ഗോകുൽ വേണുഗോപാലാണ് ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ സഹോദരനെ കാണാനില്ല, ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഇന്നലെ നടന്നിരുന്നു. പക്ഷേ ഫോണിൽ ബന്ധപ്പെടാനാകുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ഉന്മേഷ്, ക്രിസ്റ്റീന ഇന്നലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം നടന്നത്. പ്രമോദ് തന്നെയാണ് തൻ്റെ സഹോദരി മരിച്ച വിവരം ബന്ധുക്കളെയും മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടി സഹോദരിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ വന്ന് നോക്കുമ്പോഴേക്കും സഹോദരിമാർ 2 പേരും മരിച്ചിട്ടുണ്ടായിരുന്നു. പ്രമോദിനെ അന്വേഷിച്ച സമയത്ത് പ്രമോദിനെ കാണാനില്ല. പിന്നീട് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ സമയത്ത് കോഴിക്കോട് ഫറൂഖിനടുത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ അവസാനമായി റിങ് ചെയ്ത് അല്ലെങ്കിൽ ഓഫായത് ഫറൂഖ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണുള്ള സന്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. CCTVകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. തീരദേശ മേഖലകളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇവർ 3 പേരും ചേവായൂരിനടുത്ത വീട്ടിൽ 3 വർഷമായി വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങളും ഇവരെ അലട്ടിയതായിട്ടുള്ള വിവരവുമുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. പല അസുഖങ്ങൾ ഉണ്ടായതിനാൽ മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. 2 പേരും അസ്വാഭാവിക മരണത്തിനായിരുന്നു 2 പേരുടെ മരണത്തിന് ഇന്നലെ കേസ് എടുത്തതെങ്കിൽ പിന്നീട് വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇവർ 2 പേരും മരിച്ചത് ശ്വാസം മുട്ടിയാണ് എന്ന ഒരു കണ്ടെത്തൽ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രമോദിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഫറൂഖിലാണ്, കോഴിക്കോട് നിന്നും ഒരു 15 കിലോമീറ്റർ ഉള്ളിലാണ് ഫറൂഖ്. ആ പ്രദേശത്താണ് പ്രമോദിന്റെ മൊബൈൽ ഫോൺ അവസാനമായി ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയൊക്കെ എന്നിവരുടെ വാടകയ്ക്ക് കഴിഞ്ഞ വീട്ടിൽ നടക്കുകയും ചെയ്യും. ഉന്മേഷ്, ക്രിസ്റ്റീന. ഗൂഗിൾ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.
ലണ്ടനിലെ ഹോട്ടലിൽ പാർട്ട്ണർഷിപ്പ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതി കുറ്റം സമ്മതിക്കുന്ന ശബ്ദരേഖ പുറത്ത് താനാണ് പണം വാങ്ങിയതെന്നും വാർത്ത നൽകിയതുകൊണ്ട് ഇനി പണം തിരികെ നൽകില്ലെന്നും രണ്ടാം പ്രതി ബിജു ഗോപിനാഥ് പറഞ്ഞു. സംവിധായിക ഹസീനയുമായി ചേർന്ന് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 1,17,00,000 രൂപയാണ് തട്ടിയെടുത്തത്. തിരുവനന്തപുരം സ്വദേശി സുനിലിന്റെ പരാതിയിൽ പ്രകാശന്റെ മെട്രോ എന്ന സിനിമയുടെ സംവിധായിക ഹസീന സുനീറിനെയും ബിജു ഗോപിനാഥിനെയും പ്രതിയാക്കി മ്യൂസിയം പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ 3-ാം തീയതി. ലണ്ടൻ ഈസ്റ്റ് ഹാമിലെ തട്ടുകട എന്ന മലയാളി ഹോട്ടലിൽ പാർട്ണർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഹസീനയും സുഹൃത്ത് ബിജു ഗോപിനാഥും ചേർന്ന 1,17,00,000 രൂപ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. തട്ടിപ്പ് വിവരിച്ച് 24 വാർത്ത നൽകിയതിന് പിന്നാലെ പരാതിക്കാരനെ വെല്ലുവിളിച്ച് രണ്ടാം പ്രതി ബിജു ഗോപിനാഥ് രംഗത്ത് വന്നു. ഇത്രയും കാലം നിങ്ങൾ ക്ഷമിച്ചു, അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ പൈസ തരാൻ വേണ്ടി ഞാൻ പല വഴികളും നോക്കിയത് ഇന്നത്തോടുകൂടി നിങ്ങൾ തീർത്തു തന്നു. ഇപ്പോഴും ഞാൻ പറയാണ്, ഈ പൈസ വാങ്ങിച്ചത് ഞാൻ തന്നെയാണ്. ഈ പൈസ ഞാൻ തിരിച്ചു തരികയും ചെയ്യും. ഓക്കെ. പക്ഷെ ഇന്ന് ഈ ന്യൂസ് പോയതിന് ശേഷം എന്നെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റില്ല. ഒന്നാം പ്രതി ഹസീനയുമായുള്ള ഇടപാടുകളും രണ്ടാം പ്രതി വിവരിക്കുന്നുണ്ട്. ഞാൻ ഏത് വഴിയിൽ പൈസ ഉണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളുടെ പൈസ തന്ന് തീർക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനു വേണ്ടി ഈ ഹസീന എന്ന് പറഞ്ഞ ഹസീനയും എന്നെ ഒരുപാട് പിറകിൽ നിന്നായിരുന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളും ഒരുപാട് വഴികൾ നോക്കി, ഒരുപാട് വഴികൾ നോക്കുന്നുണ്ട്. പല രീതിയിലും അറേഞ്ച് ചെയ്തുകൊണ്ട് വരെയായിരുന്നു. പരാതിക്കാരനുമായുള്ള സംഭാഷണത്തിൽ പണം വാങ്ങിയത് താനാണെന്ന് ബിജു ഗോപിനാഥ് തുറന്ന് സമ്മതിക്കുന്നു. കേസിലെ പ്രതികളായ ഹസീനയും ബിജു ഗോപിനാഥും നിലവിൽ UK-യിലാണ്. തട്ടിയെടുത്ത പണം എന്തിനുപയോഗിച്ചു, എവിടേക്ക് മാറ്റിയെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. This is 24. You are watching 24 from News Headquarters, Kochi. കൂടുതൽ വാർത്തകളിലേക്ക്. പ്രമുഖ നാടക സിനിമാ നടനും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ പ്രേംജി ഓർമ്മയായിട്ട് ഇന്നേക്ക് 27 വർഷം. പിറവി എന്ന ഒറ്റ സിനിമയിലൂടെ ഇന്ത്യൻ സിനിമാ രംഗത്ത് വിസ്മയം സൃഷ്ടിച്ച മഹാനടനാണ് M. പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്ന പ്രേംജി. എന്താ മാരാരെ, വായനശാല നേരത്തെ പൂട്ടിയോ? കാറ്റടിച്ചാനകത്ത് ആകെ നാശായി. താക്കരെ പോവാ അല്ലേ? അതെ, ഞാൻ കവല വരെ പോവാ. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവിയിൽ മകന്റെ വരവ് കാത്തിരിക്കുന്ന അച്ഛന്റെ കഥാപാത്രമായിരുന്നു പ്രേംജിക്ക്. ഉള്ളുലച്ച പ്രകടനത്തിന് പ്രേംജിയെ തേടിയെത്തിയത് മികച്ച നടനുള്ള ദേശീയ അവാർഡ്. ഇത്രയും ദിവസം പോയില്ലേ അച്ഛാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? പിറ്റേന്ന് തന്നെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുന്ന പത്രത്തില്. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനീതികൾക്കെതിരെ തൂലിക ചലിപ്പിച്ച പ്രേംജി സ്ത്രീകൾ നേരിടേണ്ടി വന്ന അടിച്ചമർത്തലുകൾക്കും വിവേചനങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതിഷേധമുയർത്തി. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക്. 1930കളിൽ നമ്പൂതിരി സമുദായത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച MRBയുടെ മറക്കുടക്കുള്ളിലെ മഹാനരകത്തിൽ അഭിനയിച്ചു. നമ്പൂതിരി സമുദായത്തിൽ വിധവാ വിവാഹം നിഷിദ്ധമായ കാലത്ത് വിധവയായിരുന്ന ആര്യാന്തർജനത്തെ വിവാഹം കഴിച്ച് മാതൃകയായി. മിന്നാമിനുങ്ങ്, തച്ചോളിയോദേനൻ, ഉത്തരായനം തുടങ്ങി 50ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. സപത്നി, നാൽക്കാലികൾ, രക്തസന്ദേശം, പ്രേംജി പാടുന്നു, ഋതുമതി എന്നിവയാണ് പ്രധാന കൃതികൾ. നാടകത്തിലും സിനിമയിലും പുതിയ പാത തുറന്നാണ് പ്രേംജി എന്ന മഹാപ്രതിഭ കടന്നുപോയത്. പ്രേംജിക്ക് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക്, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടക സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്ന മോദി RV റോഡ് മുതൽ ഇലക്ട്രോണിക് സിറ്റി മെട്രോ സ്റ്റേഷൻ വരെ മെട്രോയിൽ യാത്ര ചെയ്യും. ഉച്ചയ്ക്ക് 1 മണിയോടെ ബംഗളൂരുവിൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതികൾക്ക് തറക്കല്ലിടും. തുടർന്ന് പൊതുയോഗത്തിലും നരേന്ദ്രമോദി സംസാരിക്കും. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ.
കർണാടകയിലെ കൊരട്ടകരയിൽ കൊളാല ഗ്രാമത്തിൽ റോഡരികിൽ പ്ലാസ്റ്റിക് ബാഗുകളിൽ സ്ത്രീയുടെ വെട്ടിമാറ്റിയ തലയും ശരീരവും കണ്ടെത്തി. വഴിയാത്രക്കാരാണ് സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ നിറച്ച ബാഗുകൾ ശ്രദ്ധയിൽപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ തലയും ശരീരഭാഗങ്ങളുമുള്ള മറ്റ് 7 പ്ലാസ്റ്റിക് ബാഗുകൾ കൂടി കണ്ടെത്തുകയായിരുന്നു. സ്വത്തുതർക്കത്തെ തുടർന്ന് 35-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ബന്ധുവും സുഹൃത്തും പോലീസിന്റെ പിടിയിലായി. ഉത്തർപ്രദേശിലെ മീററ്റിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. 35-കാരനായ അസ്ലമാണ് കൊല്ലപ്പെട്ടത്. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഡാറ്റ നെറ്റ്വർക്ക് തകരാർ മൂലമാണ് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളിൽ കാലതാമസം നേരിട്ടത്. സാങ്കേതിക തകരാർ മൂലം വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ സംവിധാനങ്ങൾ തടസ്സപ്പെടുകയും സർവീസുകൾ വൈകുകയും ചെയ്തു. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് ലാത്തിച്ചാർജിൽ പരിക്ക്. പെൺകുട്ടി കൊല്ലപ്പെട്ടതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ ബംഗാൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിലാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരുക്കേറ്റത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിഷേധിച്ചതോടെ പാകിസ്ഥാന്റെ വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായി റിപ്പോർട്ട്. 2 മാസത്തിനുള്ളിൽ 126 കോടി രൂപയുടെ നഷ്ടം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി നിഷേധിച്ചത്. പാകിസ്ഥാന്റെ നടപടി പ്രതിദിനം 100 മുതൽ 150 വരെ ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസിനെ ബാധിക്കുന്നുണ്ട്. സൗദിയിലെ ജിദ്ദയിൽ പക്ഷാഘാതം വന്ന കിടപ്പിലായ ഇന്ത്യക്കാരൻ തുടർ ചികിത്സയ്ക്ക് നാട്ടിലെത്താൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ 2 വർഷമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആശുപത്രിയിൽ ഇപ്പോൾ ഈ ഒരു രോഗി മാത്രമാണുള്ളത്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ രോഗിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ബീഹാർ സ്വദേശിയായ വീരേന്ദ്ര ഭഗത് പ്രസാദ് ഈ കിടപ്പ് തുടങ്ങിയിട്ട് 2 വർഷം പിന്നിട്ടു. തുടർ ചികിത്സക്കോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആരും മുന്നോട്ട് വരാത്തതാണ് കാരണം. പക്ഷാഘാതം വന്ന് 2023-ലാണ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തെ ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജോലി ചെയ്തിരുന്ന കമ്പനി ഇദ്ദേഹത്തെ നാട്ടിലയക്കാൻ അന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള തർക്കം കാരണം അത് നടന്നില്ല. എന്നാൽ ഇപ്പോൾ ഇൻഷുറൻസിന്റെ കാലാവധി തീർന്നു. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ആശുപത്രിയിലാകട്ടെ ഇപ്പോഴുള്ളത് ഈ ഒരു രോഗി മാത്രം. ഈ രോഗിയെ പരിചരിക്കാനായി മാത്രം ഏതാനും ചില ജീവനക്കാരും. ഇന്ത്യൻ കോൺസുലേറ്റ് ഗ്യാരണ്ടി നൽകിയാൽ ബില്ലിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് രോഗിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന നിലപാട് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചതായാണ് വിവരം. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവും കണ്ടെത്തണം. ജിദ്ദയിൽ അൽസഹറ ഹോസ്പിറ്റലിൽ നിന്ന് ബുക്ഷാൻ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ്. ആ പേഷ്യന്റ് സഡൻലി അൺകോൺഷ്യസ് ആയിട്ട് റൈറ്റ് സൈഡ് സ്ട്രോക്കായിട്ട് ആണ് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഈ പേഷ്യന്റ് ഇവിടെ റിലേറ്റീവ് ഇല്ല, ആരുമില്ല. പേഷ്യന്റെ കണ്ടീഷൻ ഇത് ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് മാത്രം ലിറ്റിലേ ഉള്ളൂ. ടോക്ക് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുള്ളൂ. കാരണം ഒരു 4 ചിൽഡ്രൻ ഉണ്ട്, വൈഫുണ്ട്, വെരി പുവർ ഫാമിലിയാണ്. എങ്ങനെയെങ്കിലും ഈ പേഷ്യന്റിനെ കോൺസുലേറ്റ് ഇടപെട്ട് ഈ പേഷ്യന്റ് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ഈ പേഷ്യന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഹെൽപ്പ് ചെയ്ത് ഈ പേഷ്യനെ എത്രയും പെട്ടെന്ന് അവിടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുക, സഹകരിക്കുക എല്ലാവരും. ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്ന ദരിദ്ര കുടുംബമാണ് വീരേന്ദ്ര ഭഗത്തിൻ്റേത്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് കുടുംബം ഇന്ത്യൻ കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടു. സഹായിക്കാൻ കോൺസുലേറ്റും സന്നദ്ധ സംഘടനകളും സുമനസ്സുകളും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഈ ഒരു രോഗിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. പരമാവധി നേരത്തെ രോഗിയെ നാട്ടിലെത്തിക്കണം. അതിന് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണം വേണം. അതോടൊപ്പം തന്നെ ഫണ്ട് കണ്ടെത്തുകയും വേണം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പാക് യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. നിയന്ത്രണ രേഖയിൽ കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഇന്ത്യക്കെന്ന് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. സ്വതന്ത്ര പരിശോധനയ്ക്ക് തയ്യാറായാൽ സത്യം വെളിപ്പെടുമെന്നും പ്രതികരണമുണ്ട്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ ഖ്വാജ ആസിഫ് എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുന്നത്?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. കഴിഞ്ഞ ദിവസമാണ് വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ബംഗളൂരുവിലെ ഒരു ചടങ്ങിൽ വെച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. വ്യോമസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ 5 പോർ വിമാനങ്ങൾ, F-16 ഉൾപ്പെടെയുള്ള 5 പോർ വിമാനങ്ങളും ഒപ്പം തന്നെ ഒരു വ്യോമ നിരീക്ഷണ വിമാനവും വെടിവെച്ചിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വെടിവെച്ചിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതിന് S-400 അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച സഹായമാണ് നൽകിയതെന്നും അദ്ദേഹം ഇന്നലെ ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളുന്നുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് ഇക്കാര്യങ്ങൾ തള്ളുന്നത്. കാരണം പാകിസ്ഥാന്റെ ഒരു പോർ വിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടില്ല. കൂടാതെ തന്നെ ഇത് വ്യോമസേന മേധാവിയുടെ പ്രതികരണം വന്നിട്ടുള്ളത് അസമയത്താണെന്നും അത് ഇന്ത്യക്കാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഈ നിയന്ത്രണ രേഖയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഇന്ത്യക്കാണ്. ഒരു സ്വതന്ത്ര പരിശോധനയ്ക്ക് ഇന്ത്യ തയ്യാറായാൽ ആർക്കാണ് കൂടുതൽ ബാധിച്ചത്, ആരെയാണ് കൂടുതൽ ബാധിച്ചത് ഈ സംഘർഷമെന്ന് മനസ്സിലാകുമെന്നും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല. എന്തായാലും ഈ 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു വ്യോമസേന മേധാവിയുടെ ഒരു പ്രതികരണം ഉണ്ടായത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റിൽ പറഞ്ഞത് ഈ വ്യോമസേന അല്ലെങ്കിൽ കരസേന മേധാവികളെ അവരുടെ കൈകൾ ബന്ധിതമാക്കിയിരിക്കുകയാണ്, അവർക്ക് ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റിൽ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് വ്യോമസേന മേധാവിയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കൗതുകമുള്ള ഒരു വാർത്തയിലേക്കാണ്. മകനൊപ്പം സഹപാഠിയായി അമ്മയും കോളേജിൽ. 17-കാരൻ മകനൊപ്പം 40-ാം വയസ്സിൽ ഒരേ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി ഒരമ്മയും എത്തി. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലാണ് അമ്മയും മകനും ഒന്നിച്ച് പഠിക്കാൻ എത്തിയത്. മക്കൾ പഠിച്ച് ഒരു നിലയിലെത്തണമെന്ന് എല്ലാ മാതാപിതാക്കളും ആശിക്കും. എന്നാൽ അമ്മയും പഠിച്ച് മിടുക്കിയാവണമെന്ന് വൈഷ്ണവ് പറഞ്ഞപ്പോൾ പൂർണിമയുടെ ഉള്ളിൽ 2 ലഡ്ഡുവാണ് പൊട്ടിയത്. പല കുറി മുടങ്ങിയ ബിരുദ പഠനത്തിന് മകൻ്റെ കോളേജ് തന്നെ തിരഞ്ഞെടുപ്പിൽ മകൻ്റെ സ്വന്തം കോളേജ് മേറ്റായി. എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഹാപ്പിയാണ്. ശരിക്കും വർഷങ്ങൾ ഒരുപാടായില്ലേ ഇങ്ങനെ ബെഞ്ചിലും ഡെസ്കിലൊക്കെ ഇരുന്നിട്ട്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറുതല്ല, ശരിക്കും 23 ഇയേഴ്സ് ഡിഫറൻസാണ്. അപ്പോൾ അത് അവർ നമ്മളുമായിട്ട് അറ്റാച്ച് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വൈബാണ്, അതാണ് പറഞ്ഞത്. തന്തവൈബും തള്ളവൈബും പറഞ്ഞ് ജെൻസി പിള്ളേർ കൊടികുത്തുവാഴുന്ന ക്യാമ്പസിൽ അമ്മയെ തന്നെ എത്തിച്ച് പൂർണ്ണമായും മറ്റൊരു വൈബ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് വൈഷ്ണവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനും മൈൻഡ് ചെയ്യാൻ പോലുള്ള, അമ്മയും മൈൻഡ് ചെയ്യാൻ പോലുള്ള. ഇടയ്ക്ക് കൈ കഴിയണോടത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കൈ കഴിയണോടത്തല്ലാണ്ട് പിന്നെ വൈകിട്ട് ഗേറ്റിൻ്റെ പുറത്താണ് കാണുള്ളൂ. ഹാപ്പി, ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്, അടിപൊളിയാണ്. കൂട്ടുകാർക്ക് മാത്രമല്ല അധ്യാപകർക്കും ഇപ്പോൾ ഇൻഫ്ലുവൻസറാണ് പൂർണിമ. പൂർണിമ ക്ലാസ്സിലുള്ളത് എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം പൂർണിമ മുമ്പിൽ വന്നിരിക്കുമ്പോൾ വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് ഇനിയും എനിക്കൊരു ഭാവിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനിയും ക്യാമ്പസിൽ എനിക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ ക്ലാസ്സിലിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ അധ്യാപകർക്കും പഠിപ്പിക്കാനൊരു വലിയ ത്രില്ലാണ് സത്യം പറഞ്ഞത്. ഫുട്ബോൾ താരമായ വൈഷ്ണവ് ബികോമും അമ്മ ഇംഗ്ലീഷ് സാഹിത്യവും പഠിക്കുന്നു. KSRTCയിൽ കണ്ടക്ടറും മുൻ ഫുട്ബോൾ പ്ലെയറുമായ ബിനുവാണ് പൂർണിമയുടെ ഭർത്താവ്. പഠനത്തിന് പ്രായമില്ല എന്ന് പലപ്പോഴും നമ്മൾ കണ്ട മലയാള നാട്ടിൽ മറ്റൊരു കേരള മോഡൽ. ലാൽകൃഷ്ണൻ, 24, തൊടുപുഴ. ലഹരിക്കെതിരായ 24-ന്റെ പോരാട്ടം SKN40യുടെ 2ാം ഘട്ടം ജ്യോതിർഗമയ തുടരുന്നു. ലഹരി വിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയ പരിപാടികളുമായി ജ്യോതിർഗമയ പ്രത്യേക ബുള്ളറ്റിൻ ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 24-ൽ സംപ്രേഷണം ചെയ്യും. 1 വർഷം നീളുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾക്കാണ് ജ്യോതിർഗമയയിലൂടെ ലക്ഷ്യമിടുന്നത്. കോളേജുകളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന ബോധവൽക്കരണ പരിപാടിക്കാണ് ജ്യോതിർഗമയയുടെ ഭാഗമായി 24 തുടക്കമിട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ആഞ്ഞടിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നിയമവിധേയമാക്കാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നത് എന്നാണ് സെലൻസ്കിയുടെ ആരോപണം.
യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കേണ്ടത് റഷ്യയാണെന്നും റഷ്യ ആരംഭിച്ച യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉണ്ടായിരുന്നു. അത് വിജയം കണ്ടില്ല. എന്തായാലും പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. അമേരിക്കയ്ക്കും അമേരിക്കയുടേതായ ചില സാമ്പത്തിക താല്പര്യങ്ങൾ യുക്രൈനിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരമാണ് ഉണ്ടാവുക? ഇപ്പോൾ ഈ സെലൻസ്കി ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങളാണ്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഈ സെലൻസ്കിയുടെ തുടരെയുള്ള ഫോൺ വിളികൾ യുക്രൈനുമായിട്ട് ബന്ധമുള്ള യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സിനും അതുപോലെ അമേരിക്കയിൽ സെലൻസ്കിക്ക് ബന്ധമുള്ളവർക്കും മറ്റ് ലോകരാജ്യങ്ങളുടെ തലവന്മാർക്കും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തി ചർച്ചകൾ തുടങ്ങിയതോടുകൂടിയാണ്. അതോടുകൂടി സെലൻസ്കി മനസ്സിലാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുകയാണെന്ന്. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇന്നത്തെ പ്രസ്താവന തന്നെ വന്നിരിക്കുന്നത് യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കത്തില്ല, റഷ്യയായിട്ട് തുടങ്ങിയ യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണം, അത് മാത്രമല്ല വെടിനിർത്തലും സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനവുമാണ് സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ ജനത ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല സെലൻസ്കി ഒരു വശത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ യുദ്ധം പറഞ്ഞു തീർക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമെന്ന്. നമുക്കറിയാം വൈറ്റ് ഹൗസിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അതൊക്കെ പറഞ്ഞു തീർത്തതുമാണ്. ഭൂമി യഥാർത്ഥത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് ട്രംപ് ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ യുക്രൈന്റെ ഭരണഘടന അനുസരിച്ച് സെലൻസ്കിക്ക് അത്തരം ഒരു തീരുമാനം എടുക്കുവാൻ ആ ഭരണഘടന അനുവദിക്കുന്നുമില്ല. യൂറോപ്യൻ യൂണിയനും ഒരു കൗണ്ടർ പ്രപ്പോസൽ ട്രംപിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അവർ ശക്തമായിട്ട് എതിർക്കുകയാണ് ഈ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ചർച്ചകൾക്കായിട്ട്. സെലൻസ്കിയെ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആദ്യം വന്നു. പക്ഷേ വ്ളാദിമിർ പുടിന് ഒരു തരത്തിലും സെലൻസ്കി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് പുടിൻ തയ്യാറാകുന്നില്ല. പക്ഷെ പുടിൻ പറഞ്ഞിരിക്കുന്നത് ചില നിബന്ധനകൾ സെലൻസ്കിക്ക് മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ആ നിബന്ധനകൾ ഒന്നും പാലിക്കുവാൻ സെലൻസ്കിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് മറ്റൊരു അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 അലാസ്കയിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഈ സമാധാന ചർച്ചകൾ ആരംഭിക്കുക. ഇതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ലണ്ടനിലുണ്ട്. ലണ്ടനിലെ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സും അതുപോലെ യുക്രൈനിയൻ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതും ഈ ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ടുള്ള ഈ ഉച്ചകോടിക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ്. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ബ്രിക്സിൽ തന്ത്രപരമായ പങ്കാളിത്തവും ഏകോപനവും ശക്തിപ്പെടുത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡസിൽവയും ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചതിന് ശേഷമായിരുന്നു പ്രസ്താവന. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അമേരിക്ക പിഴ തീരുവ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പുടിൻ സംസാരിച്ചിരുന്നു. ഇനി നോക്കാം ചില അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. റഷ്യയിലെ കുറിൽ ദ്വീപിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ശനിയാഴ്ച രാത്രി 7:33 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. കഴിഞ്ഞ ദിവസം റഷ്യയിലെ കാംചത്ക ദ്വീപിൽ 8.8 തീവ്രതയിൽ ഭൂചലനമുണ്ടാകുകയും ജപ്പാൻ റഷ്യ തീരപ്രദേശത്ത് സുനാമി മുന്നറിയിപ്പുണ്ടായതിനു പിന്നാലെയാണ് വീണ്ടും ഭൂചലനമുണ്ടായത്. ലോകരാജ്യങ്ങളുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം നശിക്കുകയാണെന്ന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജോൺ ഹോപ്കിൻസ് സർവകലാശാല പ്രൊഫസറുമായ സ്റ്റീവ് ഹാൻകെ. ട്രംപിന്റെ നടപടികൾ ശുദ്ധ അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ റഷ്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെനീസ് മൻറ്റൂറോവുമായി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക ബന്ധം, തന്ത്രപ്രധാന മേഖലകളിലെ സംയുക്ത പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ വർഷം പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ഗസ ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിൽ ആശങ്കയോടെ പലസ്തീനികൾ. ഇതിനകം തന്നെ കൊടും പട്ടിണിയിലായ ഗസയിലെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതായിരിക്കും നീക്കമെന്ന വിമർശനം. ലോകരാജ്യങ്ങളും ഇസ്രായേൽ നടപടിക്കെതിരെ രംഗത്ത്. സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദവും ശക്തം. റഷ്യയുമായുള്ള സമാധാന കരാറിൽ യുക്രൈന്റെ ചില പ്രദേശങ്ങളുടെ കൈമാറ്റവും ഉൾപ്പെടുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിർദ്ദേശം തള്ളി യുക്രൈൻ പ്രസിഡന്റ്. തന്റെ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ഭൂമി അധിനിവേശക്കാർക്ക് നൽകില്ല എന്ന് വൊളോദിമീർ സെലൻസ്കി പ്രഖ്യാപിച്ചു.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിർമ്മാണത്തിനിടെ ക്ഷേത്ര ഗേറ്റ് തകർന്നു വീണ് 17 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘം സ്ഥലത്തെത്തി. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചെയ്യുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. അവിടെ നിർമ്മാണത്തിലിരുന്ന ക്ഷേത്ര ഗേറ്റാണ് തകർന്നതെന്ന് മനസ്സിലാക്കുന്നു. NDRF സംഘത്തോടൊപ്പം പോലീസും മറ്റ് നാട്ടുകാരും ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു. ഏറ്റവും പുതിയ വിവരം എന്താണ്? ഏത് രീതിയിലാണിത് പുരോഗമിക്കുന്നത് ദൗത്യം? ഇന്നലെ രാത്രി 8 മണിയോടെയാണ് നാഗ്പൂരിലെ കൊറാഡിയിലുള്ള മഹാലക്ഷ്മി ക്ഷേത്രത്തിന്റെ കവാടം തകർന്നു വീണത്. അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കോൺക്രീറ്റ് നിർമ്മിതിയാണ്. അത് പൊടുന്നനെ തകർന്നു വീഴുന്നു. 17 തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആർക്കും ഗുരുതരമായി പരിക്കില്ല എന്ന വിവരങ്ങളായിരുന്നു വന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ 3 തൊഴിലാളികളുടെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരമുണ്ട്. സമീപത്തെ ആശുപത്രികളിലേക്ക് അവരെ മാറ്റുകയും ചികിത്സ നടക്കുകയും ചെയ്യുന്നുണ്ട്. NDRF പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. NDRFന്റെ സേനാംഗങ്ങൾ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ വലിയ കോൺക്രീറ്റ് നിർമ്മിതിയാണ്. അത് മാറ്റി പരിശോധന നടത്തുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും അതൊക്കെ മറികടന്ന് ആരെങ്കിലും ഇനി അതിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന പരിശോധന നടത്തുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് എല്ലാവരെയും അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി ആരും കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരമുണ്ട്. പക്ഷേ വലിയ ഉയരത്തിൽ കോൺക്രീറ്റ് കൂന അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് മാറ്റിയുള്ള പരിശോധന ഇന്ന് രാവിലെയും നടക്കും. ക്രിസ്റ്റീന. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ബാറ്ററി കള്ളൻ വിലസുന്നു. വാട്ടർ സർവീസ് സെന്ററിൽ നിർത്തിയിട്ട് ഓട്ടോയിൽ നിന്ന് ബാറ്ററി മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 ആഴ്ച മുമ്പ് പേരാമ്പ്ര മിനി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ചിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഗൂഗിൾ കെ വേണുഗോപാലുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഗൂഗിൾ, ഇതാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൂഗിൾ? ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബൈക്കിലെത്തി ഹെൽമറ്റ് ധരിച്ചിട്ടാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യം 2 ദിവസം മുമ്പുള്ളതാണ്. 8-ാം തീയതി പുലർച്ചെ 3:45 കൂടിയിട്ടാണ് പേരാമ്പ്രയിലുള്ള ശ്രീലക്ഷ്മി വാട്ടർ സർവീസ് സെന്ററിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് ഇയാൾ ബാറ്ററി മോഷ്ടിക്കുന്നത്. പിന്നീട് ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു ചെയ്തത്. 3 ആഴ്ച മുമ്പും പേരാമ്പ്രയിൽ തന്നെയുള്ള മറ്റൊരു മിനി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും അവിടെ നിർത്തിയിട്ടുള്ള 3ഓളം വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും പേരാമ്പ്രയുള്ള ശ്രീലക്ഷ്മി വാട്ടർ സർവീസ് സെന്ററിലെത്തി അവിടെ നിർത്തിയിട്ടുള്ള ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ച് കടന്നു കളയുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തുന്നു, ബൈക്കിലെത്തുന്നു. വളരെ നിസ്സാരനായിട്ട് ലാഘവത്തോടെയാണ് അയാൾ പരിസരമൊന്നും നിരീക്ഷിക്കാതെ വളരെ നിസ്സാരതയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. ബൈക്കിൽ കടന്നു കളയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പേരാമ്പ്ര പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. മഹാരാഷ്ട്രയിൽ 120 സീറ്റ് വാഗ്ദാനം ചെയ്ത് 2 പേർ തന്നെ സമീപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും നിരസിച്ചെന്നും വെളിപ്പെടുത്തലുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തുകൊണ്ട് ശരത് പവാർ ഇത്രയും നാൾ ഇത് വെളിപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ക്രമക്കേട് ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രചാരണത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്, ഇന്ത്യ സഖ്യം ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശരത് പവാർ ഇത്തരത്തിൽ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് 2 പേർ തന്നെ സമീപിച്ചു എന്നാണ് ശരത് പവാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഇത് രാഹുൽ ഗാന്ധിയെ താൻ അറിയിച്ചു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ അത്തരത്തിലൊരു ഓഫർ തങ്ങൾ സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോൾ ശരത് പവാർ വ്യക്തമാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ അങ്ങനെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആ സമയത്ത് ഇത്തരത്തിൽ ആളുകൾ സമീപിച്ചെങ്കിൽ എന്തുകൊണ്ട് അന്നത് ഉയർത്തിയില്ല, അത് വാർത്തയാക്കിയില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? 2 പേർ തന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞത് 160-ലേറെ സീറ്റുകൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് തരാം, അതിനുള്ള വഴികൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നതാണ് അവർ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണ് ഈ 2 പേർ ചൂണ്ടിക്കാട്ടിയത് എന്നതാണ് ശരത് പവാർ പറയുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയുടെ മാന്ത്രിക സംഖ്യ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 144 സീറ്റുകൾ വേണം. ആ സാഹചര്യത്തിൽ 160 എന്നത് കഴിയുന്ന അത്രയും സീറ്റുകളാണ്. ഈ വിവരം താൻ രാഹുൽ ഗാന്ധിയും അറിയിച്ചു എന്നത് ശരത് പവാർ പറയുന്നുണ്ട്.
രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച ഈ രണ്ടുപേർക്ക് ഒരുക്കി നൽകുകയും ചെയ്തു. അവിടെ താനും ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും താനും ഇതെല്ലാം കേട്ടതിന് ശേഷം എടുത്ത തീരുമാനം ഇത് ഞങ്ങളുടെ വഴിയല്ല, ഈ രീതിയിലല്ല തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്, ഇത് ശരിയല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഇരുവരും എടുത്ത തീരുമാനം. അങ്ങനെ ഈ രണ്ടുപേരെ പറഞ്ഞ് അയക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടത് ചരിത്രമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടു പോയി. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കാത്ത വിധം വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നു. 130-ലേറെ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി BJP സഖ്യം അധികാരത്തിലേക്ക്, BJPയും സഖ്യകക്ഷികളും അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താനും വിശ്വസിച്ചെങ്കിലും പിന്നീട് തനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വേറൊരു തരത്തിലാണ് എന്നതാണ് ശരത് പവാർ പറഞ്ഞു വെക്കുന്നത്. ഇതിനോട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് ഈ തെരഞ്ഞെടുപ്പ് നടന്ന് മാസങ്ങൾ ഇത്ര കഴിഞ്ഞു, അന്നൊന്നും ഇതേക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല, ആരെങ്കിലും അങ്ങനെ ഒരു തട്ടിപ്പിന് ശ്രമിച്ചെങ്കിൽ എന്തുകൊണ്ട് അന്ന് രേഖാമൂലം എവിടെയും പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യമാണ് ദേവേന്ദ്ര ഫട്നാവിസ് ചോദിക്കുന്നത്. അതുകൊണ്ട് ശരത് പവാറിന്റെ വാദങ്ങൾ ശരിയല്ല, അതൊരു നുണയാണ് എന്ന തരത്തിലാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഉന്മേഷ്. ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വർഷങ്ങൾക്ക് മുൻപ് തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ആദരിച്ച ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ഇളവട്ടം BRM ഹൈസ്കൂളിൽ 1987-ലെ 10ാം ക്ലാസ് ബാച്ച് വിദ്യാർത്ഥികളായിരുന്നവരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് വേറിട്ട ആദരവ് സമ്മാനിച്ചത്. PMG പ്രശാന്ത് ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടി എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം വിവിധ മേഖലകളിൽ നിന്ന് ഒത്തുകൂടിയ സഹപാഠികൾ ചേർന്ന് നിർധനരായവർക്ക് ധനസഹായ വിതരണവും നൽകി. മലയോര മേഖലയായ ഇളവട്ടത്ത് 80 വർഷമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് തനത് സംഭാവനകൾ നൽകുന്ന വിദ്യാലയമാണ് BRM ഹൈസ്കൂൾ. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിനായി ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. മന്ത്രി KN ബാലഗോപാൽ, കോവൂർ കുഞ്ഞുമോൻ MLA, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. 4 വർഷത്തിനു ശേഷം മാജിക്കിന്റെ മാസ്മരികതയുമായി ഗോപിനാഥ് മുതുകാട്. ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ എന്ന പേരിൽ കോഴിക്കോടായിരുന്നു പരിപാടി. ദൃശ്യാവിഷ്കാരത്തിലൂടെ തന്റെ മാന്ത്രിക ജീവിതകഥ പറഞ്ഞ മുതുകാട് വലിയൊരു സ്വപ്നവും പങ്കുവച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗോപിനാഥ് മുതുകാട് വീണ്ടും എത്തിയപ്പോൾ കാണികൾ കണ്ണുചുമ്മാതെ കണ്ടിരുന്നു. ഇയാളിതെന്ത് അത്ഭുതമാണ് കാണിക്കുന്നതെന്ന മട്ടിൽ തന്നെ. കോഴിക്കോട് പ്രൊവിഡൻസ് വുമൻസ് കോളേജായിരുന്നു വേദി. രണ്ടായിരത്തി ഗോപിനാഥ് മുതുകാട് പ്രൊഫഷണൽ മാജിക്കിനോട് വിട പറഞ്ഞതാണ്. ജീവിതത്തിൽ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചവർക്ക് നന്ദി പറയുന്നതിനായിരുന്നു ഷോ. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കേന്ദ്രമെന്ന തന്റെ സ്വപ്നവും മുതുകാട് പങ്കുവച്ചു. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന മാജിക് അതിൻ്റെ ഒരു ടൂളാണ്. അതായത് കുട്ടികളിൽ ഈ ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികളിൽ മാറ്റം വരുത്താൻ വേണ്ടി മാജിക് ഒരു പരിധിവരെ ഉപകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ കാസർഗോഡ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും അവിടെ ഉള്ളതുപോലെ തന്നെ അവിടെയുള്ള മോഡലിനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് വലിയ തരത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പാരാലിമ്പിക്സിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒക്കെ തരത്തിലുള്ള വലിയൊരു പ്രോജക്റ്റാണ് മനസ്സിലുള്ള സ്വപ്നം. തന്റെ ആദ്യ പ്രൊഫഷണൽ മാജിക് ഷോ അരങ്ങേറിയ കോഴിക്കോട് തന്നെ മാന്ത്രിക ജീവിതത്തെ അടയാളപ്പെടുത്തിയ 45 വർഷങ്ങൾ വരച്ചുകാട്ടാനും ഗോപിനാഥ് മുതുകാട് തിരഞ്ഞെടുത്തു. ഇന്ത്യൻ മാന്ത്രിക ലോകത്തെ അതികായനായ PC സർക്കാർ ജൂനിയർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതുകാടിന്റെ അമ്മ ദേവകിയമ്മ, PV അബ്ദുൽ വഹാബ് MP, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, രാജ്പാൽ മീണ IPS, PV ചന്ദ്രൻ, ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, മാർ റെമേജിയോസ് ഇഞ്ചനാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട്. ഇന്റർ സ്കൂൾ കലോത്സവത്തിന് വേദിയായി തമിഴ്നാട് ചെങ്കൽപ്പേട്ടിലെ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ 25 സ്കൂളുകളിൽ നിന്നായി 1200-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. നർത്തകി കലൈമാമണി ശ്രീകല ഭരത് കലാമേള ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗായകൻ P ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. മോഡൽ താരിണി കലിംഗരായർ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ശ്രീമതി സുന്ദരവല്ലി മെമ്മോറിയൽ സ്കൂളാണ് ജേതാക്കൾ. വൈസ് ചെയർപേഴ്സൺ ലിജിഷ പ്രവീൺ, സ്കൂൾ പ്രിൻസിപ്പൽ ശങ്കരനാരായണൻ എന്നിവർ കലാമേളയ്ക്ക് നേതൃത്വം നൽകി. 25 schools participated and 1,600 students participated on stage.
and it was overwhelming success, and the function was inaugurated by Mr. Unnikrishnan sir, the renowned singer of Tamil and Malayalam industry, and it was followed by Tarni Kaldas for the valedictory function. And thanks to all the support from the principal, staff and the teachers, it is a immense success for us. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി. തലപ്പത്തേക്ക് ആരെത്തുമെന്ന് വെള്ളിയാഴ്ച അറിയാം. താരങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ആഭ്യന്തര വിഷയങ്ങളിൽ പരസ്യ പ്രതികരണം വിലക്കി വരണാധികാരികൾ രംഗത്തെത്തി. സംഘടനയിലെ ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുത് എന്നാണ് നിർദ്ദേശം. മത്സരരംഗത്തുള്ളവർക്കും മറ്റംഗങ്ങൾക്കും നിർദ്ദേശം ബാധകമാണ്. മെമ്മറി കാർഡ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മത്സരരംഗത്ത് നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ്. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, ആശ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിൽ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരമുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ സാന്ദ്ര തോമസും ലിസ്റ്റിൻ സ്റ്റീഫനും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് കാണിക്കുന്നത് വെറും ഷോയാണെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിച്ചു. ബൈലോ കാരണമാണ് സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ കഴിയാതെ പോയതെന്നും അതിൽ വ്യക്തികൾക്ക് പങ്കില്ലെന്നും ലിസ്റ്റിൻ വ്യക്തമാക്കി. സ്മിതയുടെ ഇരുവൃക്കകളും തകരാറിലായിട്ട് മാസങ്ങളായി. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വൃക്ക മാറ്റിവെക്കണം. 25 ലക്ഷം രൂപ ചിലവ് വരും. അടുത്ത മാസം പകുതിയോടെ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം. ചികിത്സയ്ക്ക് സഹായം എനിക്ക് വേണം. അതാണ് ഇപ്പോൾ പെട്ടെന്ന്. പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കുട്ടികളൊക്കെ പഠിക്കുന്നവരാണ്. ഏട്ടൻ കൂലിപ്പണിക്ക് പോണതാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും. കൂലിപ്പണിക്കാരനായ ഭർത്താവ് സുഗുണന് ഇത്രയും വലിയ തുക താങ്ങാനാവുന്നതല്ല. നമ്മളിപ്പോൾ അസുഖം മാറുക, അവരെ ചികിത്സിക്കാനുള്ള പൈസ നാട്ടുകാർ എല്ലാവരും സഹായിക്കുക. എല്ലാവരും എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവിടെ നോക്കണം, മക്കളെ നോക്കണം. പിന്നെ ഓളെ അമ്മേനെ ഇത് ദാനം ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മേനെയും നോക്കണം. നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഇവരെ സുമനസ്സുകൾ ചേർത്ത് പിടിക്കണം. 24 തിരൂർ. ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്ന ഒരു യുവതി. ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മലപ്പുറം താനൂർ സ്വദേശി അമ്പലക്കുളങ്ങര സ്വദേശി ഗണേശിന്റെ ഭാര്യ AK സ്മിതയുടെ ഇരുവൃക്കകളും തകരാറിലാണ്. 25 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് ആവശ്യം. സുമനസ്സുകൾ ആവശ്യമായ സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ലെന്ന പരാതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഡോക്ടർ ഹാരിസ് ഹസനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട്. മേഘന മുരളിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മേഘന, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം? മേഘന. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഹാരിസ് ഹസനെതിരായ ആരോപണങ്ങൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഉണ്ടായിട്ടും അത് മറച്ചുവെച്ചു, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനെ അപകീർത്തിപ്പെടുത്തി, ഒരു ഉപകരണം കാണാനില്ല, ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ഹാരിസ് ഹസനെതിരെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. അതിൽ ഇത്തരം കാര്യങ്ങളില്ല, അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം കാണാതായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നുള്ളതാണ്. അതൊരു സമവായത്തിലേക്ക് സർക്കാരുമായും ആരോഗ്യവകുപ്പുമായും ഒരു സമവായത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അതിൽ പ്രധാനമായും മറ്റ് നടപടികൾ, അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ മറ്റ് അന്വേഷണങ്ങളോ നടപടികളോ ഈ ഹാരിസ് ഹസനെതിരെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിൽ പ്രധാനമായും ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് പുറത്തേക്ക് മറ്റൊന്നും ഇനി ഹാരിസ് ഹസൻ നേരിടേണ്ടി വരില്ല എന്ന് KGMCTക്കും ഈ DMA ഉറപ്പ് നൽകി, സർക്കാർ ഉറപ്പ് നൽകി. അതിൽ ഇനി പ്രധാനമായും ഒരു ചോദ്യമായി വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം
അടക്കമുള്ളവർ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിൽ ഉപകരണം കാണാനില്ല, അല്ലെങ്കിൽ ആദ്യം ഹാരിസ് പറഞ്ഞ ഈ പ്രശ്നങ്ങൾ, അതായത് മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധിയുണ്ട്, ഉപകരണക്ഷാമമുണ്ട് എന്നുള്ള ഈ പ്രതിസന്ധികളൊക്കെ മാറ്റി നിർത്തി മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു തരത്തിലേക്ക് ഈ വിഷയങ്ങൾ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ പൊടുന്നനെ ആ വിഷയങ്ങളും ഇല്ലാതാകുന്നു. ഇനി മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇനി തുടർ നടപടി എന്ന് പറയുന്നത് KGMCയിലേക്ക് ഈ ആദ്യം ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജിലെ കുറിച്ചുള്ള വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി മോർണിംഗ് ഷോയിൽ SKN എത്തും. നമസ്കാരം.